നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കേട്ടൊരു പാട്ടാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടതാരപ്പ എന്ന പാട്ട്. UDF-ന് വലിയ വിജയം സമ്മാനിക്കുന്നതിൽ ഈ പാട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഈ പാട്ടിനെതിരെ ഒരു പരാതി പോയിരിക്കുകയാണ്. DGP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പാട്ടുമായി ബന്ധപ്പെട്ട് അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ പാട്ട് പുറത്തിറക്കിയത്. ഇതിൽ ശബരിമല അയ്യപ്പന്റെ ശബരിമല ശാസ്താവിന്റെ ഈ ഭക്തിഗാനം വികലമാക്കി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതി പോയിരിക്കുന്നത്. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേരുകെട്ട നിരവധിയായ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമരങ്ങൾ നടന്ന കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു പാട്ടിനെതിരെ പരാതി പോയിട്ടുണ്ട് എന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമായ കാര്യമല്ല. അത് മാത്രമല്ല പറയാനുള്ളത്, CPM-ന്റെ ഭാഗത്ത് നിന്ന് CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ ഇതിനെ വർഗീയവൽക്കരിക്കാൻ, ഈ പാട്ട് എഴുതിയത് ഒരു ഇസ്ലാം മത വിശ്വാസത്തിന്റെ പേരിൽ ആ പാട്ടിനെ വർഗീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ ആ പാട്ട് എഴുതിയ വ്യക്തിയെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും മതേതര കേരളം ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും കേരളം ഈ വിഷയം ചർച്ച ചെയ്യുക എന്ന്. എന്തായാലും അയ്യപ്പന്റെ പാട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശാസ്താവിനെ സ്തുതിക്കുന്ന പാട്ടിന്റെ പേരടി ഗാനം UDF-ന് വലിയ മുൻതൂക്കം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പാട്ടിന് എഴുതിയ ആളിനെതിരെ ഇപ്പോൾ പരാതിയുമായി പോയത് ദുഷ്ടലാക്കോട് കൂടിയാണെന്ന കാര്യത്തിലും തർക്കമില്ല. കേരളം എങ്ങനെ ഇതിനെ വിലയിരുത്തും? ചേട്ടാ, ഇതിന്റെ അകത്ത് പരാതിയുമായി പോകേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആദ്യമായിട്ടല്ല അയ്യപ്പന്റെ പാട്ട് പാരഡിയായി മാറുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്തൊക്കെ ഇതിനു മുന്നേയും പല BJP ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ ഇതുപോലെയുള്ള പാരഡികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു ചർച്ചയാകേണ്ട വിഷയമായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ വളരെയധികം സാധാരണ പാരഡി ഗാനങ്ങൾക്ക് കിട്ടുന്നതിനപ്പുറം ഒരു സ്വീകാര്യത ഈ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയിലാകട്ടെ എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി പോയത് ഈ പാട്ടാണ്. അപ്പോൾ ഈ സ്വീകാര്യത കിട്ടിയത് കൊണ്ടാണോ ഇതിപ്പോ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? തെറ്റായൊന്നും പറയുന്നില്ല. കേസിനെ പറ്റി അതൊരു പാരഡി ഗാനമാണ്. അതിൻ്റെ അകത്ത് എന്താണ് തെറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഇവിടെ അയ്യപ്പനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് കേസുമായി മുന്നോട്ട് പോകുന്നത്? കേരളം ആ പാട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ ഒരാൾ കേസുമായി, ഇപ്പൊ ഞാൻ കേസുമായി മുന്നോട്ട് പോയാൽ ആ കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ കേരള സമൂഹം എനിക്കൊപ്പം അല്ലെങ്കിൽ കേസുമായി പോകുന്ന ആൾക്കൊപ്പം ഒരിക്കലും നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ എല്ലാവരും ആ പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അത് അത്രയും സ്വീകാര്യത ആ പാട്ടിന് ലഭിച്ചത്. പിന്നെ ഈ പറയുന്ന പോലെ കേസുമായി പോകാമെന്നുള്ളതേ ഉള്ളൂ. അയ്യപ്പനെ എവിടെയും അപകീർത്തിപ്പെടുത്തിയിട്ടില്ല, മോശപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്താണ് ഈ പാട്ടിന് പ്രശ്നം? എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇവിടെ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഇതിപ്പോ ഇടതുപക്ഷത്തിന് എതിരായി എഴുതിയ പാട്ട് ആയതുകൊണ്ടാണോ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നത്, ഇത്ര വലിയ വിഷയമാകുന്നത്? ഇടതുപക്ഷം ഇതിനു മുമ്പ് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പാരഡി എഴുതിയിട്ടില്ലേ? അപ്പൊ അന്നൊന്നും ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം? ഇടതുപക്ഷം തോറ്റതിന് ഈ പാട്ട് വലിയൊരു ഘടകമായി എന്നതാണോ കാരണം? കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേഖലയിലെ 19 സിനിമകൾക്ക് പ്രദർശനാനുമതി നിശ്ചയിച്ച കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിന്റെ IFFK വേദിയിൽ ഉയർന്നു വരികയും ആ 19 സിനിമകൾ പ്രദർശിപ്പിക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ നിർദ്ദേശം നൽകിയ കേരളത്തിലാണ് ഒരു അയ്യപ്പ ഭക്തിഗാനം വികലമാക്കി പേരടിയാക്കി പാടി, അല്ലെങ്കിൽ അത് UDF-ന് അനുകൂലമായ ഒരു ഗാനമല്ല, അതായത് ചെയ്യിച്ചതുമല്ല. അത് കോൺഗ്രസിന്റെ ആർക്കും അതിലൊരു പങ്കില്ല അത്തരത്തിൽ. പക്ഷെ അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ നടത്തുന്ന ഒരു വർഗീയ പ്രചരണമുണ്ട്. കേരളത്തിനെ വർഗീയമായി ധ്രുവീകരിക്കാൻ ആ പ്രചരണത്തിന് കഴിയുമെന്ന് CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ മനസ്സിലാക്കണം. അതിനെ തടയിടാൻ CPM നേതൃത്വം തയ്യാറാണ്. കാരണം ഈ പാട്ട് എഴുതിയെന്ന് പറയുന്നത് നാദാപുരത്തുകാരനായ, കോഴിക്കോട് ജില്ലയിലെ നാദാപുരംകാരനായ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇസ്ലാം മതവിശ്വാസി ശബരിമല അയ്യപ്പനെ അപമാനിച്ചു അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട്. ഇത് മതേതര കേരളത്തിന് എത്രത്തോളം യോജിച്ചതാണ് എന്ന് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ തിരിച്ചറിയണം. കേരളത്തിന്റെ മണ്ണും മനസ്സും അത്തരത്തിൽ ഒരു വിത്തുപാകിയ മണ്ണും മനസ്സുമല്ല. പള്ളിയിലെ ബാങ്കുലിയും ക്ഷേത്രത്തിലെ പ്രാർത്ഥനാഗീതങ്ങളും ചർച്ചിലെ മണിയടിയും എല്ലാം ഒരേ മനസ്സോടുകൂടി കേട്ട അല്ലെങ്കിൽ ഹൃദയത്തിലേറ്റിയ ആളുകളാണ്. നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നവനും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവനും നെറ്റിയിൽ ചന്ദന പൊട്ടണിയുന്നവനും ഒരമ്മ പറ്റ മക്കളെ പോലെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പാരഡി ഗാനത്തിന്റെ പേരിൽ വർഗീയമായി ധ്രുവീകരിക്കാൻ ആ ഗാനത്തിനെതിരെ പരാതി നൽകിയത് ഉപകരിക്കുമെന്ന് CPM സൈബർ ഹാൻഡിലുകൾ തിരിച്ചറിയണം. എന്തായാലും ആ പാട്ട് CPM-നെ ചെറുതായിട്ടല്ല അലോസരപ്പെടുത്തുന്നത് നമുക്ക് വളരെ കൃത്യമായി വ്യക്തമാകും. ഏറ്റവും വിരോധാഭാസം ഇതേ മാതൃകയിൽ പാട്ട് CPM-ഉം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്തടക്കമുള്ള പല പ്രദേശങ്ങളിൽ
ഇതേ മാതൃകയിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ പാട്ട് പാടുകയും ആ പാട്ട് ഉപയോഗപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം പ്രചരണ വാഹനങ്ങളിലും ഈ പാട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് അയ്യപ്പനോടുള്ള സ്നേഹമല്ല, ശബരിമലയിലെ സുപ്രീം കോടതി യുവതീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളം ഒന്നടങ്കം ആ വിധി നടപ്പാക്കരുതെന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പോലീസ് വേഷമണിയിച്ച പിന്നാമ്പുറത്തോടുകൂടി ശബരിമല കയറ്റിയ CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, അല്ലെങ്കിൽ ആ CPM-കാരാണ് ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ ഗാനം വികലമാക്കി, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തി ഗാനം വികലമാക്കി എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. കേരളം തിരിച്ചറിയും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് CPM ശ്രമിക്കുന്നെങ്കിൽ അതിനെ വകവെച്ച് തരാൻ കേരളം തയ്യാറാകില്ല. ഈ വിഷയത്തിൽ CPM-ന്റെ ബുദ്ധിജീവി വേഷമണിയുന്ന ആളുകൾ, പുരോഗമന കലാസാഹിത്യ സംഘവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന, ബൊളീവിയൻ കാടുകളിലെ പ്രശ്നങ്ങൾക്ക് പോലും കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്ന DYFIക്കും SFIക്കും എന്താണ് പറയാനുള്ളത്? കേരളവർമ്മ കോളേജിനകത്ത്, തൃശൂർ കേരളവർമ്മ കോളേജിനകത്ത് ഹൈന്ദവ മതവിശ്വാസികൾ ഏറ്റവും അധികം ആരാധിക്കുന്ന ഭഗവതി ദേവിയെ വികലമാക്കി ചിത്രീകരിച്ചവർ, ദേവിയെ കുറിച്ച് അശ്ലീല പദം എഴുതിയവർ, ഇത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ അയ്യപ്പന്റെ പേര് പറഞ്ഞ മുതലെടുപ്പ് നടക്കുന്നത്, മുതലക്കണ്ണീർ ഒഴുക്കുന്നത്, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തെ ശ്രമിക്കുന്നത്. ഇവരെ കേരളീയ പൊതുസമൂഹം പടിയടച്ച് പിണ്ടം വെക്കും, ഇവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുമെന്ന കാര്യത്തിലും തർക്കമില്ല. അല്ല ചേട്ടാ, ഇതിന്റെ അകത്തൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഗാനത്തിൽ എവിടെയാണ് അയ്യപ്പനെ മോശമായി ചിത്രീകരിച്ചത്? അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ മോശമായ, വിശ്വാസികളെ മോശമായി എവിടെയും ചിത്രീകരിച്ചിട്ടില്ലല്ലോ. 481 ഗ്രാം സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. അനൌദ്യോഗികമായ കണക്ക് അതായിരിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാർ എൻ വാസു, എ പത്മകുമാർ, അതോടൊപ്പം തന്നെ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, CPM നേതാക്കന്മാരുടെ വിശ്വസ്തൻ, കടകംപള്ളിയുടെ എല്ലാം തോളിൽ കയറ്റി നിൽക്കുന്ന പോറ്റിയുടെ ചിത്രം കേരളം കണ്ടതാണ്. അവർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ വാസുവിനും പത്മകുമാറിനും ജാമ്യം പോലും കോടതി നിഷേധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഗാനം, അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ അതേ മാതൃകയിൽ കേരളത്തിൽ സ്വർണ്ണ കൊള്ളക്കെതിരായ ഒരു ഗാനം നാദാപുരത്തെ ഒരു വ്യക്തി എഴുതുന്നത്. എന്തായാലും കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ CPM-നെ വീട്ടിലിരുത്തിയത്. CPM-ന്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനും CPI-യുടെ അരിവാൾ നെൽക്കതിരിനും ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ലെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ CPM-ന് ദയനീയ തോൽവി സമ്മാനിച്ചത് ഇത് സ്വർണ്ണമോഷണം ഒരു കാരണമായിട്ടുണ്ട്. ആ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ഇത്തരത്തിൽ ഒരു പാരഡി ഗാനത്തിനെതിരെ പരാതി കൊടുത്ത് ആ പാട്ടെഴുതിയവരെ നിയമ കുരുക്കിലേക്ക് തള്ളിയിടാൻ CPM ശ്രമിച്ചാൽ കേരളത്തിലെ മതേതര വിശ്വാസികൾ അതിനെ ചെറുത്തുതോൽപ്പിക്കും. അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ വരുന്നവരിൽ CPM-ന് വോട്ട് ചെയ്ത ആളുകളും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഇത് വലിയ ചർച്ചയാകും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന CPM-ന്റെ 4-അംഗ രാഷ്ട്രീയത്തിന് കേരളം മറുപടി നൽകും. ഇപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് കണ്ടത്. തൃശൂർ പൂരം 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ തൃശൂർ പൂരത്തിന് വെടിക്കെട്ടിന് തീക്കൊളുത്തുന്നതിന് മുമ്പ് പുനർചിന്തനം നടത്തുന്നത് CPM-ന് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അവരെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കേരളീയ സമൂഹം തയ്യാറാകും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് വാദോരാതെ 4 കൂടിയ 4 കവലകളിൽ 4 മുളം നീളമുള്ള നാക്കുമായി സംസാരിക്കുന്ന CPM-ന്റെ യുവജന നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് M സ്വരാജിനെ പോലെയുള്ള ആളുകൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേരളം കാതോർക്കുകയാണ്.